ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഉത്സാഹപൂർവ്വം അന്വേഷിക്കുക എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ 14:1 സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പീൻ, ആത്മീക വരങ്ങളും വിശേഷാൽ പ്രവചനവരവും വാഞ്ചിപ്പീൻ. ഈ വാക്യത്തിൽ നാം പിന്തുടരേണ്ടതും ആഗ്രഹിക്കുന്നതുമായ കാര്യങ്ങളെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നു. ഒരു പ്രത്യേക അവസരത്തിനായി ഒരു സാരി വാങ്ങാൻ ഒരു സ്ത്രീ ഒരു സാരിക്കടയിൽ പ്രവേശിക്കുന്നത് സങ്കല്പിക്കുക. കടയുടമ 100 കണക്കിന് സാരികൾ അവളുടെ മുന്നിൽ വിരിച്ചു. ഓപ്ഷനുകളിൽ മതിമറന്ന് ഏത് തിരഞ്ഞെടുക്കണമെന്ന് അവൾക്ക് ആശയക്കുഴപ്പവും ഉറപ്പും ഇല്ലാതെയായി. അപ്പോഴാണ് വിൽപ്പനക്കാരൻ ഒരു നല്ല സാരി പുറത്തെടുത്ത്, ഇതെടുക്കൂ, ഇത് നിങ്ങൾക്ക് നന്നായി യോജിക്കുന്നു, ഇത് ചൂടപ്പം പോലെ വിറ്റുവരുന്നു, എല്ലാവർക്കും ഇത് ഇഷ്ടമാണ്, ഞങ്ങൾക്ക് വളരെ കുറച്ച് മാത്രമേ ശേഷിക്കുന്നുള്ളൂ എന്ന് പറയുന്നത്. അത്തരം വാക്കുകൾ അവളുടെ ആഗ്രഹത്തെ സ്വാധീനിക്കുകയും തീരുമാനിക്കാൻ അവളെ സഹായിക്കുകയും ചെയ്യുന്നു. അതുപോലെ ക്രിസ്തുവിന്റെ നിരവധി അനുഗ്രഹങ്ങൾ, ആത്മാവിന്റെ ദാനങ്ങൾ, ആത്മാവിന്റെ ഫലം എന്നിവയെ അവതരിപ്പിച്ച ശേഷം എല്ലാത്തിനും ഉപരിയായി സ്നേഹപൂർവ്വം ഒരു കാര്യം പൗലോസ് ശുപാർശ ചെയ്യുന്നു: സ്നേഹം പിന്തുടരുക, ആത്മാവിന്റെ ദാനങ്ങൾ ആഗ്രഹിക്കുക എന്ന്. 1 കൊരിന്ത്യർ 12 അവസാനത്തിൽ പോലും അദ്ദേഹം പറയുന്നു: ആകയാൽ വിശേഷ വരങ്ങൾ വാഞ്ചിക്കുവീൻ, എന്നാൽ ശ്രേഷ്ഠമായ മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. ഇത് 1 കൊരിന്ത്യർ 12:31 കാണാൻ സാധിക്കും. പൗലോസ് പക്വതയുള്ള ഒരു വിശ്വാസിയും പരിചയസമ്പന്നനായ അപ്പോസ്തലനും ഭക്തിയിൽ സമ്പന്നനുമായിരുന്നു. അതിനാൽ അദ്ദേഹത്തിന്റെ ഉപദേശം വളരെ പ്രധാനമാണ്. നാം അവന്റെ മാർഗനിർദ്ദേശം പിന്തുടരുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും അനുഗ്രഹങ്ങൾ ലഭിക്കും. ഓരോ വ്യക്തിയും വ്യത്യസ്ത കാര്യങ്ങൾ അന്വേഷിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ ചിലർ സമ്പത്തിലും, ചിലർ വരുമാനത്തിലും, ചിലർ കുടുംബ പശ്ചാത്തലത്തിലും, മറ്റുള്ളവർ ശാരീരിക സൗന്ദര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. എന്നാൽ ബൈബിൾ പറയുന്നു, ഉത്തമ സ്വഭാവമുള്ള ഭാര്യയെ ആർക്ക് കണ്ടെത്താൻ കഴിയും? അവളുടെ വില മുത്തുകളിലും വലിയതാണെന്ന്. ഇത് സദൃശ്യവാക്യങ്ങൾ 31:10 കാണപ്പെടുന്നു. തിരുവെഴുത്ത് ഇങ്ങനെയും ഉദ്ബോധിപ്പിക്കുന്നു: എല്ലാവരുടെയും ദൃഷ്ടിയിൽ ശരിയായത് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്ന്. ഇത് റോമർ 12:17 കൂടാതെ എബ്രായർ 12:14 എല്ലാവരോടും സമാധാനത്തിൽ ജീവിക്കാനും വിശുദ്ധരായിരിക്കാനും പരമാവധി ശ്രമിക്കുക എന്നും കാണുന്നു. പൗലോസിന് തന്നെ ഒരു ജ്വലിക്കുന്ന ആഗ്രഹമുണ്ടായിരുന്നു: സുവിശേഷം പ്രസംഗിക്കുക എന്നത്. ക്രിസ്തു അറിയപ്പെട്ടിരുന്ന സ്ഥലങ്ങളിൽ മാത്രമല്ല, അവന്റെ നാമം ഒരിക്കലും കേട്ടില്ലാത്ത സ്ഥലങ്ങളിലും അദ്ദേഹം എഴുതി, അതുകൊണ്ട് മറ്റൊരു മനുഷ്യന്റെ അടിസ്ഥാനത്തിന്മേൽ ഞാൻ പണിയാതിരിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ നാമം പറഞ്ഞിരിക്കുന്നിടത്ത് സുവിശേഷം പ്രസംഗിക്കുകയില്ല, സുവിശേഷം പ്രസംഗിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം എന്ന് റോമർ 15:20 പറയപ്പെടുന്നു. ദൈവത്തിന്റെ പ്രിയ മക്കളെ, ഇന്ന് നീ എന്താണ് അന്വേഷിക്കുന്നത്? ചിന്തിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം കൊലോസ്യർ 3:1-2 ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ഇന്നത്തെ ബൈബിൾ വായന: രാവിലെ സങ്കീർത്തനങ്ങൾ 33-34 അധ്യായങ്ങൾ, വൈകുന്നേരം അപ്പോസ്തല പ്രവൃത്തികൾ 24 അധ്യായം. ആമേൻ.